ഇപ്പം ഞാൻ ശരിക്കും നിൽക്കുന്നത് 10,980 10980 അത്രയും അടി ഫീറ്റ് ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം സിസു അടുക്കാൻ പോവാണ്. നല്ല ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ്, കണ്ടില്ലേ, ഫ്രോസണായി കിടക്കുകയാണ്, തണുത്തുറഞ്ഞ് ഐസിൽ ചെനാബ് നദി ഫ്രോസണായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ കാണുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ സിസുവിലേക്ക് കയറുകയാണ്. സിസു എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വില്ലേജാണ്, ലോഹോൾ വാലിയിലെ ഒരു കുഞ്ഞ് വില്ലേജാണ് സിസു. ഇവിടെ ഒന്ന് രണ്ട് ടൂറിസ്റ്റ് സ്പോട്ട്സ് എല്ലാം ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ലേക്കുണ്ട്, ചെറിയ വാട്ടർഫോൾസൊക്കെ ഉള്ളതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെയുള്ള ചെറിയ നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, സ്കൂളുകൾ എല്ലാം ക്ലോസ്ഡ് ആണെങ്കിലും അതിൻ്റെ നമുക്ക് പാസ് ചെയ്ത് പോകാൻ, ജസ്റ്റ് കാണാം, അതേ പറ്റുള്ളൂ. ഇവിടെ സ്കൂളുണ്ട്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്,
പിന്നെ താഴെ വാലികളിൽ വീടുകളും മറ്റ് സെറ്റിൽമെൻറ്റ്സും എല്ലാം ഉള്ള ഒരു കുഞ്ഞു മനോഹരമായ ഒരു ഗ്രാമമാണ് ഈ സിസു എന്ന് പറയുന്നത്.
ഇപ്പോൾ ശരിക്കും നമ്മൾ താണ്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് കിലോമീറ്റേഴ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ ശരിക്കും ഹോം സ്റ്റേസ് ആണ്. വാലിയുടെ താഴെയായിട്ടും റൈറ്റ് സൈഡിലായിട്ടും ശരിക്കും ഹോം സ്റ്റേസ് ഉണ്ട്. ഇപ്പോൾ മിക്കതും വർക്കിംഗ് അല്ല, കാരണം ഇപ്പോൾ ഇത്രയും മൈനസിലോട്ട് പോകുന്നത് കൊണ്ട് എല്ലാവരും അടച്ചു പൂട്ടി പോയിരിക്കുകയാണ്. അല്ലാത്ത ടൈംസിൽ നമുക്ക് ലേയിലേക്കും ലഡാക്കിലേക്കും പോകുന്ന വഴിക്ക് നമുക്ക് ഹോം സ്റ്റേസ് എടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവയൊക്കെ. ഇപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ്. അതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഇരുവശത്തും നിറച്ചും ഹോം സ്റ്റേസും ധാബാസ് ഹോട്ടൽസുമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ടും ഒക്കെ പോയിട്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നെടുക്കുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ ഒരവസ്ഥ ഇപ്പോൾ. പിന്നെ നമുക്ക് വളരെ പ്രത്യേകത തോന്നുന്നത് വെച്ചാൽ ഒരു ടേൺ അങ്ങോട്ട് കഴിയുമ്പോൾ മഞ്ഞില്ലാത്ത അവസ്ഥ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ. കാരണം ഈ ഒരു സൈഡിലുള്ള ഹില്ലിൽ മഞ്ഞുണ്ട്, മറ്റൊന്നിൽ മഞ്ഞില്ല. അങ്ങനത്തെയൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനിലാണ് ഇത് നിൽക്കുന്നത്. നമുക്കൊന്നും ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഇതിൻ്റെ ലാൻഡ് കിടക്കുന്നത്. ഒരു സൈഡിൽ മഞ്ഞ് ഉള്ളപ്പോൾ മറ്റു സൈഡിൽ മഞ്ഞ് കാണാത്ത അവസ്ഥ. നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള വിചിത്രമായ സംഭവങ്ങളും ഈ ഒരു താണ്ടി പാസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ താണ്ടി കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കിലോങ്ങിലേക്കാണ് പോകുന്നത്. താണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് കാർഗിലിലേക്ക് പോയി അങ്ങനെ പോകുന്നൊരു വഴിയും കൂടെ ഉണ്ട്. കാർഗിൽ യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തൊരു വഴിയുണ്ട്. റൈറ്റ് പോകുന്നത് കിലോങ്ങിലേക്ക്. അതാണ് ഇവിടുത്തെ ഈ വഴികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ കിലോങ് എത്തിച്ചേർന്നിരിക്കുകയാണ്. കിലോങ് എന്ന് പറയുന്നത് നമ്മൾ മണാലി കഴിഞ്ഞ് അട്ടൽ ടണൽ കയറി ലെഫ്റ്റ് എടുത്ത് നമ്മൾ വരുന്നൊരു വഴിയാണത്. അതായത് ലേയിലേക്ക് ലഡാക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പറയുന്ന ഈ കിലോങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ശരിക്കും നിൽക്കുന്നത് 10,980 10,980 അത്രയും അടി ഫീറ്റ് ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത് സീ ലെവലിൽ നിന്നും. കിലോങ് പൂർണ്ണമായും അടച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ചായ കുടിക്കാൻ പോലും ഒരു കട പോലും കിട്ടാത്ത അത്രയും ഒരു രീതിയിൽ കിലോങ്ങിലെ കണ്ടീഷൻ. മഞ്ഞ് വീണ് ഉറഞ്ഞിരിക്കുകയാണ്. കിലോങ് വരെ പോലും ഞാൻ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. സോലങ് വാലി, മണാലി കഴിഞ്ഞുള്ള സോലങ് വാലി എന്ന ഡെസ്റ്റിനേഷനിൽ വെച്ച് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ലഡാക്കിലേക്ക് പോകുന്ന ഒരു ട്രാവലർ ഫുഡ് സ്റ്റെപ്സുമായിട്ട് വന്ന ഒരു വണ്ടിക്ക് ഞാൻ കൈ കാണിച്ചു. അവരെന്നെ കയറ്റി. അങ്ങനെ ചെക്ക് പോസ്റ്റ് താണ്ടി ഭാഗ്യത്തിന് ഞാൻ കയറി വരികയായിരുന്നു. അങ്ങനെ അട്ടൽ ടൺ കാണാൻ പറ്റി. അട്ടൽ ടൺ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കിലോങ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കിലോങ് വരെയാണ് ഞാൻ വരാൻ ഉദ്ദേശിച്ചിരുന്ന ഡെസ്റ്റിനേഷൻ. ഈ ഒരു ക്ലൈമറ്റിൽ അവരോട് ലേ വരെ പോവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എപ്പോൾ തിരിച്ചു വരാൻ പറ്റുമെന്ന്, എപ്പോൾ ഈ റോഡെല്ലാം ബ്ലോക്ക് ആവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാസങ്ങളോടെ ഹോൾട്ട് ചെയ്യേണ്ടി വരും, ദിവസങ്ങൾ ഹോൾട്ട് ചെയ്യേണ്ടി വരും. ഫ്രണ്ട്സ്, ഇവിടെ നല്ല ഹൈ പ്രഷറാണ്. ഓക്സിജൻ വളരെ കുറവാണ്. ഏകദേശം ഒരു 12,000 അടി മുകളിൽ നിൽക്കുകയാണ്. കിലോങ് കൂടെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നു. വളരെ ഡിഫിക്കൽട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗിയേഴ്സാണ് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും നല്ല ജാക്കറ്റ്സും അതിൻ്റെ പാൻസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് മാത്രമാക്കി ചെയ്യരുത്. നമ്മൾ വാങ്ങുന്ന ഒറിജിനൽ ഗ്ലൗ തന്നെ ആയിരിക്കണം. ലൈനറൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ളത് ആയിരിക്കണം വാങ്ങുന്നത്.
തെർമൽസ് വാങ്ങണം മസ്റ്റായിട്ടും. ഡെക്കത്തലം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടും, തെർമൽസ് വാങ്ങിയിടണം. പിന്നെന്താണ്, ജാക്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതിൻ്റെ ഹെഡ് ക്യാപ്പ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ പ്രഷർ നമ്മൾ ആക്ലിമറ്റൈസ് ചെയ്ത് തന്നെ നിൽക്കണം. പെട്ടെന്ന് കയറി വരരുത്, പതുക്കെ വരാൻ നോക്കണം. ഇപ്പോൾ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെടും, ഓക്സിജൻ ലെവൽ കിട്ടും. പിന്നെ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയമോക്സ് ടാബ്ലറ്റ് വാങ്ങി വെക്കുക. സൈഡ് എഫക്ട്സ് ഉണ്ട് അതിന്, എന്താ പറയണ്ട, ഡയറിയ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മാക്സിമം നിങ്ങൾക്ക് ഈ ഗിയേഴ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ശരിക്കും -7 ഡിഗ്രിയിലാണ്. ഒരു തരത്തിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഇതിൽ നിൽക്കുക. നമ്മൾ ക്ലൈമറ്റൊക്കെ എടുത്തെടുത്ത് പോവുകയാണെങ്കിൽ പറ്റും, പിന്നെ അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പറ്റും. പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് പറ്റാത്തത്. നമുക്ക് ഒരുപാട് ടൈം എടുത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് ക്ലൈമറ്റൈസ് എടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് വെച്ചാൽ കീലോങ്ങിൽ നിന്ന് തിരിച്ച് പോകാനായിട്ടുള്ള വണ്ടി ലിഫ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കവാടം കീലോങ്ങിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇനിയിപ്പോൾ ഒരു വണ്ടി വരണം, ലിഫ്റ്റ് ചോദിക്കണം, കയറിയിട്ട് വേണം തിരിച്ച് ഗ്രേറ്റ് അട്ടൽ ടണൽ കയറി മണാലിയിലെത്താൻ. വണ്ടി ബൈക്ക് റെൻ്റ് അടുത്തേക്ക് സോളങ് വാലിയിലെ ചെക്ക് പോസ്റ്റ് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് അവിടെ എത്താൻ വേണ്ടി വണ്ടികൾ നോക്കി നിൽക്കുകയാണ് ഞാൻ അവിടെ. അതിനിടയ്ക്കെടുത്ത ഒരു ചെറിയ വീഡിയോ ആണത്. ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ചിട്ട് കീലോങ് തിരിച്ചു വരുന്ന വഴി താണ്ടി എന്ന് പറയും. താണ്ടി ജംഗ്ഷനിലെത്തി. ഇതാണ് താണ്ടി. ഇവിടം വരെ ഇവർ ലിഫ്റ്റ് തന്നു. ഇനി അടുത്ത ലിഫ്റ്റ് എടുത്ത് പോകണം. അങ്ങനെ ഓരോന്നും കയറി കുറച്ച് ദൂരം നടന്ന് ഒക്കെ തിരിച്ചെത്താൻ പറ്റുള്ളൂ. നമ്മുടെ ബൈക്കിലല്ലല്ലോ വന്നത്, നമ്മുടെ വണ്ടിയിലല്ലല്ലോ വന്നത്. എന്നിരുന്നാലും നല്ല എക്സ്പീരിയൻസ് ആണ്. ക്ലൈമറ്റ് കൊള്ളാവുന്നതുകൊണ്ട് നടക്കണമെങ്കിൽ നടക്കുകയും ചെയ്യാം, കുറച്ച് ദൂരം പ്രശ്നമില്ല. ഓക്സിജൻ ലെവൽ കുറച്ച് പ്രശ്നമുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. ഓൾട്ടിറ്റ്യൂഡ് കൂടിയുണ്ട്, പ്രഷറിലും കുറച്ച് പ്രശ്നമുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. മിക്കവരും ഡയമോക്സ് എന്ന ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അത് കൊണ്ടുവരണം, മസ്റ്റാണ്. ഞാൻ കൊണ്ടുവന്നിരുന്നു, പക്ഷേ എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് ഇത്രയും വരെ എത്താമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നല്ലോ. അവിടെ റൂമിലുണ്ട് ഇതെല്ലാം. എന്തായാലും ഇനി അടുത്ത ലിഫ്റ്റ് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ താണ്ടി എനിക്ക് അടുത്ത ലിഫ്റ്റ് കിട്ടിയത് ഈ ചേട്ടൻ്റെ അടുത്താണ്. ഇത് ചേട്ടൻ്റെ പേര് ഭാർഗവ് എന്നാണ്. ഈ ചേട്ടൻ്റെ ബൊലേറോയിൽ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത ലിഫ്റ്റ് കയറി വേണം എനിക്ക് സോളം വാലിയിൽ എത്താനായിട്ട്. അപ്പോൾ ബായ്, അടുത്ത കാണുന്നവരെ. തിരിച്ചു പോകാനായിട്ടും ദൈവഭാഗ്യം പോലെ ഒരു വണ്ടി കിട്ടിയിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് വന്ന കുറച്ച് ഒരു ഫാമിലി, ഒരു ഫാമിലി ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ് ലിഫ്റ്റ് തന്നിരിക്കുന്നത്. ഇവരാണത്. ഇപ്പൊ നമ്മുടെ ചാനലിലെ വ്ളോഗില് ഇവരും ഉണ്ടാവും.